നെക്സ്റ്റ് പോയിന്റേഴ്സ് ആൻഡ് അറേസ്. പോയിന്റേഴ്സും അറേസിനെ കുറിച്ചാണ്. ഇപ്പൊ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം AF5 എന്ന് കൊടുക്കും. AF5 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു 10, 20, 30, 40, 50 ഇങ്ങനെ കൊടുക്കും. ഇതാണ് വാല്യൂസ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ നമ്മൾ അറേ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 1, 2, 3, 4, 5 ലൊക്കേഷൻസ്, ഇൻഡെക്സ് 0, 1, 2, 3, 4, 10, 20, 30, 40, 60 ഇങ്ങനെയാണ്. ഇതില് വേണേ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 കൊടുത്ത്, ഈ രണ്ടാമത്തെ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലമില്ലാത്ത തൊട്ട് താഴെ. ഇപ്പൊ ഇതിൽ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട, ഇപ്പൊ ഞാൻ 2 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു, 5 കൊടുത്തു. ഇപ്പൊ നമ്മള് ഇവിടെ ഞാനിപ്പോ ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ പോയിന്റർ സാധാരണ ഒരു അഡീഷണൽ നെക്സ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ തന്നെ 1 ലൊക്കേഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇന്റീജറിന് ഇവിടെ 2 ബൈറ്റ്സ് ആണ് ലെങ്ത്, ഫ്ലോട്ടിന് 4, ഇന്റീജർ 2 ബൈറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ 10,000 ആണ് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ വരുന്നെങ്കിൽ അടുത്ത മെമ്മറി ലൊക്കേഷനിലേക്ക് അടുത്തൊരു ഇന്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ 2 ബൈറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ അടുത്ത മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് 1002 ഇങ്ങനെ കൊടുത്തു. അടുത്ത മെമ്മറി ലൊക്കേഷനിൽ 4 വന്നു, പിന്നെ അടുത്തതിൽ എന്ത് വന്നു? 1006 എന്ന് വന്നു. ഇത് ഞാൻ ഇന്റീജറിന് 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആണ് എടുക്കുന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. ചില ന്യൂ OSലൊക്കെ 64 ബിറ്റിലേക്കാണ് 4 ബൈറ്റ്സ് ആണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ 2 ബൈറ്റ്സ് ആണ് എടുക്കുന്നുള്ള കൺസെപ്റ്റിൽ ഇവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് ലൊക്കേഷൻ 1000 മെമ്മറി ലൊക്കേഷൻ, അടുത്ത എന്ത് ചെയ്തു? 1002, അടുത്ത 1004 ഇങ്ങനെയാണ് ഡിവൈഡ് കൊടുത്തത്. ഇനി സാധാരണ നമുക്കൊരു സാധാരണ പോയിന്റർ അഡീഷൻ വരുന്നുണ്ട്, പോയിന്ററിൽ അഡീഷനും സബ്ട്രാക്ഷനും വരുന്നുണ്ട്. വേറെ ഒറ്റ ഓപ്പറേഷനും പോയിന്റേഴ്സിൽ പോസിബിൾ അല്ല, ഈ അഡീഷനും സബ്ട്രാക്ഷനും. അപ്പൊ ഈ അഡീഷൻ അതുപോലെ തന്നെ പോയിന്റേഴ്സിൽ റിലേഷൻ ഓപ്പറേറ്റേഴ്സിൽ കമ്പാരിസണും നോട്ട് ഈക്വൽ ടു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പോയിന്റേഴ്സിൽ ഈ കമ്പാരിസണും അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു മാത്രമേ ഉപയോഗിക്കുന്നത്. കൂടാതെ അഡീഷനിലാണെങ്കിൽ അഡീഷനും വരും, അതുപോലെ തന്നെ സബ്ട്രാക്ഷനും വരും. ഈ രണ്ട് ഇത് മാത്രമേ സാധാരണ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നു. അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പോയിന്റേഴ്സിൽ ഉപയോഗിക്കുന്നത് അഡീഷനും സബ്ട്രാക്ഷനും, റിലേഷൻ ഓപ്പറേറ്റർ പോയിന്റേഴ്സിൽ ഉപയോഗിക്കുന്നത് ഈക്വൽ ടു നോട്ട് ഈക്വൽ. ഇനി ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഇതിൽ ഭാഗത്തില് ഇപ്പൊ ഞാൻ ഇപ്പൊ പി എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണെങ്കിൽ അതിലെ പോയിന്ററിൽ ഇപ്പോ 1000 ആണ് വരുന്നെങ്കിൽ ഇപ്പൊ പി ഈക്വൽ ടു അല്ലെങ്കിൽ P++ എന്ന് പറഞ്ഞാല് അടുത്തത് വരിക പിയുടെ വാല്യൂ മാറുക എന്തായിരിക്കും വരിക? 1002 എന്നായിരിക്കും വരിക. 2 ബൈറ്റ്സ് ആണ് ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുക. എനിവേ നമുക്കിവിടെ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകാം. ഇവിടെ ഇതിന് ഫസ്റ്റ് ഈ അറേസില് ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ പറയാം ബേസ് അഡ്രസ് എന്നാണ് ഇവിടെ പറയാം. കൺസെപ്റ്റിൽ ബേസ് അഡ്രസ് എന്നാണ്, ബേസ് അഡ്രസ്. ബേസ് അഡ്രസ് ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സാധാരണ വേരിയബിൾ ഇങ്ങനെയാണ്, സാധാരണ വേരിയബിൾ അല്ല, ഇവിടെ ഞാൻ സ്റ്റാർ ഇൻഡ് സ്റ്റാർ പി എന്ന് പറയും. ഇൻഡ് സ്റ്റാർ പി എന്ന് പറയും. ഇപ്പൊ ഈ ഉദ്ദേശിച്ചത് ഞാൻ ഈ അറേസിനെ പോയിന്റർ വെച്ച് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പി ഈക്വൽ ടു ആംബസാൻഡ് അറേ ഓഫ് 0 എന്ന് കൊടുത്ത്, എല്ലാം ഞാൻ കൊടുക്കുന്നില്ല. എന്താ കൊടുക്കുന്നത്? 0th ലൊക്കേഷനിലെ അഡ്രസ് മാത്രമേ ഞാൻ ഇവിടെ ഈ പോയിന്ററിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഞാൻ ഈ അറേ പോയിന്ററിനെ ബേസ് ചെയ്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ ഇൻഡ് സ്റ്റാർ പി എന്ന് കൊടുത്ത് ആ പോയിന്റർ വേരിയബിൾ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ അറേ ഉപയോഗിക്കുമ്പോൾ അറേയിലെ എല്ലാ വാല്യൂസ് എല്ലാം കൊടുക്കുക ബേസ് അഡ്രസ് ആണ് കൊടുക്കുക. ബേസ് അഡ്രസ് ഏതാണോ ബേസ് നമ്മൾ കൊടുക്കുന്നത് ആ അഡ്രസ് ആയിരിക്കും ബേസ് അഡ്രസ്. അപ്പൊ 0 സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ബേസ് അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ പി ഈക്വൽ ടു ആംബസാൻഡ് A of 0 എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഇതിന്റെ ബൈ ഡിഫോൾട്ട് ഇങ്ങനെയും വരും, അത് കൊടുത്തില്ലെങ്കിൽ അതായത് പി ഈക്വൽ ടു എ എന്ന് കൊടുത്താലും സെയിം മീനിങ് തന്നെയാണ്. അതായത് ഇതില് രണ്ടിന് വരുന്നത് എന്തായിരിക്കും വരിക? 1000 എന്നായിരിക്കും വാല്യൂ വരിക. ആംബസാൻഡ് A of 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പി അസൈൻസ് ആംബസാൻഡ് A of 0 എന്ന് പറഞ്ഞാലും പി ഈക്വൽ ടു എ, അതായത് 0യും 1 ഒന്നും കൊടുത്തില്ലെങ്കിൽ ബൈ
ബൈ ഡിഫോൾട്ട് എന്താണ് ഇത് ബേസ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത് ആ ബേസ് അഡ്രസ് കിട്ടി, നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. എനിവേ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് b equal to ampersand a of 0. ഇതിന്റെ മീനിങ് എന്തായിരിക്കും വരിക? നമ്മളിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് 1000 ആയിരിക്കും വരിക. ഇപ്പൊ ഞാൻ p പ്ലസ് 1 എന്ന് പറഞ്ഞു, അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? 2 അല്ലെ? അതായത് ഒരു വാല്യൂ ഇല്ല, പ്ലസ് അത് 1001 അല്ല വരാം, 2 എന്നാ വരാം. കാരണം ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് ഇൻറ്റീജർ മെമ്മറി ലൊക്കേഷൻ അവിടെ 1 ബൈറ്റ് 2 ബൈറ്റ്സ് വീതമാണ് കൊടുക്കുന്നത്. അപ്പൊ 2 എന്നാണ് വരാം. അതായത് ഇവിടെ ലൊക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനീഷ്യലി a of 0 ആണെങ്കിൽ അടുത്തതായിരിക്കും ആംപർസാൻഡ് a of 1 ആയിരിക്കും. ഇനി അല്ല p പ്ലസ് 2 അല്ലെ, p പ്ലസ് 2 എന്ന് കൊടുക്കുക. p പ്ലസ് 2 എന്ന് പറഞ്ഞാല് p പ്ലസ് 2 പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആംപർസാൻഡ് a of 2 ആംപർസാൻഡ് a of 2 തന്നെ നമുക്ക് വരെ 1004 p പ്ലസ് 3 ആംപർസാൻഡ് a of 3 അതായത് 1000. p പ്ലസ് 3 p പ്ലസ് 4 p പ്ലസ് 4 പറഞ്ഞാൽ p പ്ലസ് 4 ഈക്വൽ ടു ആംപർസാൻഡ് a of 4 ഈക്വൽ ടു 8. Address of a of 3 എന്തായിരിക്കും? അഡ്രസ് ഓഫ് a of 3 എന്ന് പറഞ്ഞാൽ ബേസ് അഡ്രസ് പ്ലസ് പിന്നെന്താണ് 3 ഇൻറ്റു നമ്മളിവിടെ തന്നത് ഇൻഡെക്സ് 3 ആണ്, 3 ഇൻറ്റു സ്കെയിൽ ഫാക്ടർ ഓഫ് ഇൻറ്റ്. അതായത് ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് 1000 ആണ്, പ്ലസ് 3 ഇൻറ്റു സ്കെയിൽ ഫാക്ടർ ഇൻറ്റീജർ നമ്മളോട് ഫാക്ടർ പറയുന്നത് 2 ആണ്, 3 ഇൻറ്റു 2 അതായത് 1000. ഇതാണ് അഡ്രസ് ഓഫ് a of 3, ബേസ് അഡ്രസ് എന്ന് പറയും. ഞാൻ ഇങ്ങനെ കൊടുത്തു a of 3 എന്ന് പറഞ്ഞാൽ അതിലെ വാല്യൂ അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ p പ്ലസ് ഇതാണ് പോയിന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോയിന്റ് p പ്ലസ് 3 എന്നിട്ട് സ്റ്റാർ p പ്ലസ് 3 എന്ന് പറഞ്ഞാല് നമ്മൾ p പ്ലസ് 3 എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ 1006 ലൊക്കേഷനിലായിരിക്കില്ല വരിക, ആ ലൊക്കേഷനിലെ വാല്യൂ 1000 ഇതായിരിക്കും. ഇത് സെയിം തന്നെയായിരിക്കും. ഇനിയല്ല ഞാൻ ഇങ്ങനെ കൊടുത്താലും സ്റ്റാർ p പ്ലസ് 3 ഇത് ഇതിനും ഈക്വൽ തന്നെയാണ്. ഇപ്പൊ a സ്റ്റാർ a എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബേസ് അഡ്രസ് ആണ്, അവിടെ ബ്രാക്കറ്റ് കൊടുക്കണം നിർബന്ധമില്ല ആരെങ്കിലും. അപ്പൊ അങ്ങനെ എന്താ a പ്ലസ് 3 ഇങ്ങനെ കൊടുത്താലും സെയിം മീനിങ് തന്നെയാണ്, ഇതെല്ലാം സെയിം മീനിങ്.